അത് കിടക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലായ്പ്പോഴും. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തെ എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റലിൽ ഒരു കാർഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ കുറച്ച് ടെസ്റ്റിന് ശേഷം ഒരു ഡൗട്ട് പറഞ്ഞിരുന്നു, അമ്മയ്ക്ക് ഹാർട്ടിൽ ബ്ലോക്ക് ഉള്ളതായിട്ട്. സോ TMT ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റിൽ നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തത് മുതൽ ഞാൻ അമ്മയ്ക്ക് ഉടമ്പടി തൈലം അമ്മയുടെ ദേഹത്തെ തേച്ച് നെഞ്ചത്ത് തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അമ്മയെ ആൻജിയോഗ്രാമിന് കയറ്റി ഒരു 1 hourന് ശേഷം ഡോക്ടർ എന്നെയും എൻ്റെ ചേച്ചീനെയും ഡോക്ടറിൻ്റെ റൂമിനകത്ത് വിളിച്ചിട്ട്, അതായത് തിയേറ്ററിലല്ല, ഡോക്ടറിൻ്റെ കൺസൾട്ടിങ് റൂമിനകത്ത് വിളിച്ചിട്ട് അമ്മയുടെ ഹാർട്ടിനകത്തുള്ള ഇത് കാണിച്ചു തന്നു, അവരെന്താണ് ചെയ്തതെന്നുള്ളത്. അമ്മയുടെ അനുഗ്രഹവശാൽ ഡോക്ടർ സംശയിച്ച പോലെ യാതൊരു ബ്ലോക്കും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു ബ്ലോക്കേ ഉണ്ടായിരുന്നുള്ളൂ, അതും വെറും 30%. അത് ടാബ്ലറ്റിലൂടെ തന്നെ അത് ക്യൂർ ആവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അത് അമ്മയുടെ അനുഗ്രഹത്താൽ മാത്രമാണ്. അത്രത്തോളം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ ചേച്ചി പ്രാർത്ഥിച്ചിരുന്നു,